അപ്പോൾ ODCയുടെ ഡയമെട്രിക്കലി ആദ്യം നമ്മൾ ഫുൾ ലെങ്ത് മെഷർ ചെയ്യണം. ODCന്ന് ഫുൾ ലെങ്ത് മെഷർ ചെയ്ത് അതിന്റെ ഹാഫ് ലെങ്ത് എടുക്കണം. ഹാഫ് ലെങ്ത് എടുത്തിട്ട് ODCന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക്, ഏത് ഡയറക്ഷൻ ഓൺലി റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എപ്പോഴും ഇതിനെ ക്ലോക്ക് വൈസിലേ റൊട്ടേറ്റ് ചെയ്യിക്കാവൂ. സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, റീഡിങ് എടുക്കാനുള്ള സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റിലേക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തു, IDC മാർക്ക് ചെയ്യും. അതിവിടെ നിന്ന് ടോട്ടൽ മെഷർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 447 223 മാർക്ക് ചെയ്യുക. അത് ആ പോയിന്റ് നമ്മൾ ഇവിടെ വരച്ചിരുന്നുവെങ്കിൽ, ആ മാർക്ക് അങ്ങോട്ട് ആക്കിയിരുന്നുവെങ്കിൽ, ഇത് ഈ കൗണ്ടർ വെയിറ്റ് നേരത്തെ എന്തായിരുന്നു, ഈ രണ്ട് ഫ്ലാറ്റ് സർഫസ് ഇവിടെ ആയിരുന്നു. അത് അപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ദാറ്റ് ഈസ് ദ ഇന്നർ ഡെഡ് സെൻറ്റർ. അപ്പോൾ പിസ്റ്റൺ എന്ന് പറയുന്നത് എക്സ്ട്രീം ഇന്നറിലാണ്. അപ്പോൾ IDC. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻലെറ്റ് വാൽവ് ഓപ്പണിംഗ് നോക്കണം. ഇൻലെറ്റ് വാൽവ് ഓപ്പണിംഗ് നോക്കണമെങ്കിൽ നമുക്ക് ഇതങ്ങോട്ട് നമ്മൾ ക്രാങ്ക് ചെയ്യുകയാണ്. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റോക്കറും ഈ ഇത് വാൽവ് സ്റ്റം അല്ലേ, അതിങ്ങടുത്ത് അപ്പോൾ ഇത് നമ്മുടെ സിലിണ്ടർ, ഇവിടെയാണ് വാൽവ്. ആ വാൽവ് വരുന്നത് ഇങ്ങനെയാണ് വാൽവ് ഇരിക്കുന്നത്. This is the valve stem. The rocker arm is here. That is the rocker arm pressing this valve stem. This valve stem ഉണ്ടല്ലോ, ഈ റോക്കർ ആം കണ്ടല്ലോ, അതങ്ങ് താഴോട്ട് പോയല്ലോ. അപ്പോൾ അതിനെ ഇനി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കണ്ടല്ലോ, അത് വിട്ടുപോയാ കണ്ടോ, ഇനി അത് പിടിച്ചിടണമെങ്കിൽ പാടുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുന്നു. ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ സ്റ്റം എന്ത് ചെയ്യും, സ്റ്റം മൂവിങ് ഡൗൺ സോ ദാറ്റ് ദിസ് വാൽവ് ഓപ്പൺസ്, എയർ എൻറ്റേഴ്സ് ഇൻസൈഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുകയാണ്, ഇതിപ്പോൾ ലൂസാണ്, നമ്മളത് ക്ലോസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഞാൻ പറയാം, ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ഇതെപ്പോഴാണോ ടൈറ്റ് ആകുന്നത്, ടൈറ്റ് ആകുന്ന പോയിന്റ്, അതായത് ഇതിന്റെ ടൈറ്റ്, ഇത് ടൈറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ ടൈറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇതാണ് നോക്കുന്നത്, ഇതിനെയാണ് നമ്മൾ കറക്റ്റ് നോക്കുന്നത്. വാൽവ് സ്റ്റമ്മിനെയാണ് അമർത്തുന്നത്. ജസ്റ്റ് ടൈറ്റ് ആകുന്ന പോയിന്റ്, ആ പോയിന്റ് ഇൻലെറ്റ് വാൽവ് ഓപ്പണിംഗ്. എന്നിട്ട് ഇത് എപ്പോഴാണോ ഫ്രീ ആകുന്ന ഇൻലെറ്റ് വാൽവ് ക്ലോസിംഗ്. അത് ടൈറ്റ് ആവുമ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പണിംഗും, അത് ജസ്റ്റ് ഒന്ന് ലൂസ് ആവുമ്പോൾ ഇൻലെറ്റ് വാൽവ് ക്ലോസിംഗ്. അതിപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നിങ്ങൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യിച്ച്, അപ്പോൾ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ അവിടെ നോക്കുക, ആ റോക്കറാണ് എപ്പോഴാണ്, അല്ല ഇതിപ്പോൾ നമ്മൾ നോക്കുന്നു, ജസ്റ്റ് നോക്കുന്നു, ഇവിടെ വന്നിട്ട് നോക്കിയാൽ മതി. ഇവിടെ വന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും, അതെപ്പോഴാണ് താഴ്ന്നു വരുന്നതെന്ന് ജസ്റ്റ് അമരുന്ന സമയം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ക്യാമ്പ് തുടങ്ങി സാർ, വരണ്ട ഓപ്പണിംഗ് ടൈറ്റ്. ഇൻലെറ്റ് വാൽവ് ഇതാണ് അല്ലേ, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ, ഇന്നർ ഡെഡ് സെന്ററിനും എവിടെ ആയിരിക്കും, ബിഫോർ ആണ് അത് വരേണ്ടത്. ഇത് ഇന്നർ ഡെഡ് സെന്റർ അല്ലേ, ഈ ഇന്നർ ഡെഡ് സെന്ററിനും ബിഫോർ മുന്നിൽ വേണം എന്ത് ചെയ്യേണ്ടത്, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവേണ്ടത്. നമുക്കിത് ഇവിടെയല്ലേ, ഇത് ഇന്നർ ഡെഡ് സെന്റർ, ഇത് ഔട്ടർ ഡെഡ് സെന്റർ.
അപ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുന്നത് ബിഫോർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങോട്ട് വേണം വരാൻ. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, മുന്നിലോട്ടാണ് വരാൻ. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളി ടൈറ്റ് ആണ്, നമ്മളിപ്പോൾ നോക്കിയില്ല, കറക്റ്റ് നമ്മൾ ആ പൊസിഷൻ അമർത്തുന്നതാണ് നോക്കിയത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഇങ്ങനെ മാറ്റിയിട്ട് ഇനി അത് കണ്ടല്ലോ, അത് ഇത്രയും പൊസിഷനിലും അതെന്താണ്, ടൈറ്റ് ആയിരിക്കുകയാണ് അല്ലേ? അല്പം കൂടി ടൈറ്റ് ആണ് അല്ലേ? ജസ്റ്റ് സ്ലോ ആയി. അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. കണ്ടല്ലോ, ഇത് സ്കെയിൽ വെച്ചിട്ട് ഇതെന്താണ്, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ. മനസ്സിലായോ? ദെൻ വീണ്ടും അത് എപ്പോഴാണോ അതിന്ന് റിലീസ് ചെയ്യുന്ന, വീണ്ടും അത് എത്ര, ഒരു 180 ഡിഗ്രി ഒക്കെ പോകുമ്പോഴാണ്, ഒരു 180 ഡിഗ്രിയോളം മാറുന്ന സമയത്ത് അത് കുറച്ചുകൂടെ വരും, തിരിച്ച് മുകളിലോട്ട് എടുത്ത് ഫ്രീ ആവുമ്പോഴാണ്. ഇത് ഇൻലെറ്റ് വാൽവ് ക്ലോസിങ്. ഈ ഇൻലെറ്റ് വാൽവ് ക്ലോസിങ് എവിടെ വരുന്നത്, ആഫ്റ്റർ ODC ആണ് അല്ലേ? ODC കഴിഞ്ഞിട്ടാണ്. അതേ നോക്കി, തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ODC ഇവിടെ അല്ലേ, നമ്മൾ കറങ്ങി വന്ന് ODC കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്. കണ്ടല്ലോ, ODC കഴിഞ്ഞാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ODC കഴിഞ്ഞ് വരുന്നത് പോസിറ്റീവ്, ഇവിടെ ഇന്നറിന് മുമ്പിൽ വരുന്നത് നെഗറ്റീവ്, ഇവിടെ നിന്ന് ഇന്നറിന് അങ്ങോട്ട് പോകുന്ന പോസിറ്റീവ്, ഔട്ടർ കഴിഞ്ഞ് വരുന്ന പോസിറ്റീവ്, ഔട്ടറിന് മുമ്പുള്ളത് നെഗറ്റീവ്. രണ്ടിനും എന്തിനും മുമ്പായ നെഗറ്റീവ്, ആഫ്റ്റർ ആയ പോസിറ്റീവ്. അതെ. അപ്പോൾ കുട്ടികൾ വിചാരിക്കും ഇവിടെ നമ്മൾ ഇങ്ങോട്ടല്ലേ നെഗറ്റീവ് എടുത്തെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിക്കും. ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവ് ഇങ്ങോട്ടുമാണ്. ദെൻ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്തു. ഇനി ഇങ്ങനെ ഇരുന്നിട്ട് ഇനി നമുക്ക് ഫ്യൂൽ പമ്പിങ് ബിഗിനും ഫ്യൂൽ പമ്പിങ് എൻഡിങ്ങും കാണണം. ഈ ഫ്യൂൽ പമ്പിങ് എൻഡും ഫ്യൂൽ പമ്പിങ് ക്ലോസിങ്ങും കാണുന്ന, ദിസ് ഈസ് ദ ഫ്യൂൽ പമ്പ്, ഹിയർ ഈസ് ദ പ്ലഞ്ചർ. ഈ പ്ലഞ്ചറാണ് ഇതാണ് പ്ലഞ്ചർ. ഈ പ്ലഞ്ചറിൽ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, ഇവിടെ ഒരു വെർട്ടിക്കൽ ഇത് കിടക്കുന്നുണ്ടോ, ഹൊറിസോണ്ടൽ ലൈൻ. ഈ ലൈനാണ് കോയിൻസൈഡിങ്. ഇവിടെ ഇത് എപ്പോഴാണോ ജസ്റ്റ് മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് ഫ്യൂൽ പമ്പിങ് തുടങ്ങുന്നത്. ഇത് മുകളിൽ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ പ്രഷർ ഇത് പ്ലഞ്ചറാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ട് ഫ്യൂൽ പമ്പിൻ്റെ, അല്ലെങ്കിൽ ഞാനത് ടെക്സ്റ്റ് എടുത്തിട്ട് പറഞ്ഞുതരാം, ബേസിക് മെക്കാനിക്കലിൻ്റെ ടെക്സ്റ്റ്. ഇത് മുകളിലോട്ട് മൂവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഈ പ്ലഞ്ചർ വന്ന് പ്രഷറൈസ് ചെയ്യുകയാണ് ഫ്യൂവലിനെ. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ പോകുന്നത് തൊട്ട് ഫ്യൂവലിനെ പ്ലഞ്ചർ പ്രഷറൈസ് ചെയ്യുകയാണ്. പ്രഷറൈസ് ചെയ്ത് ടോപ്പിലെത്തുമ്പോൾ പ്രഷറൈസ് ചെയ്ത് ആ പ്രഷറൈസ് ചെയ്ത ഫ്യൂവലാണ് ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് വിടുന്നത്. അപ്പോൾ നമുക്കിത് ടോപ്പ് പൊസിഷനിലേക്ക് പോകുന്ന പൊസിഷൻ നമുക്ക് അറിയില്ല എവിടെയാണ്, ഇതങ്ങ് മുകളിലാണ്. അപ്പോൾ അത് അറിയാൻ കഴിയാത്തതുകൊണ്ട് തിരിച്ചിത് ഈ റെഫറൻസിലേക്ക് തന്നെ വരുന്നത് എടുത്തിട്ട് ഇവിടെ നിന്നുള്ളത് ഫ്യൂൽ പമ്പിങ് ബിഗിനും പോയിട്ട് തിരിച്ചു വരുന്നത് വരെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മീൻ എടുത്ത് മാർക്ക് ചെയ്യുന്നത് ഫ്യൂൽ പമ്പിങ് എൻഡ്. എങ്ങനെ മുകളിലേക്ക് പോയി